സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രോത്സാഹനമായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ സംഭവത്തിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ല ആലങ്കടി എന്ന പഞ്ചായത്ത്, അതിലുള്ള ഒരു വാർഡ്, ഒരു കുഗ്രാമമാണ് പിരുന്തൈ എന്ന് പറയുന്ന ഗ്രാമം. ഈ പിരുന്തൈ എന്ന് പറയുന്ന ഗ്രാമത്തിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ സന്തോഷത്തിൻ്റെയും പുണ്യമൂർത്തിയുടെയും മകളായിട്ടാണ് കാവ്യ ജനിക്കുന്നത്. 26 വയസ്സാണ് ഇപ്പോഴും കാവ്യയുടെ പ്രായം. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, അതുപോലെ തന്നെ കല്യാണപ്രായം എത്തിയിരിക്കുന്നു. അതിനിടയിൽ BEd ഒക്കെ കഴിഞ്ഞതുകൊണ്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിൽ താൽക്കാലികമായിട്ട് ഒരു ടീച്ചറുടെ വേക്കൻസി ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് പുണ്യമൂർത്തി ആ ഒരു വേക്കൻസി മകൾക്ക് റെഡിയാക്കി കൊടുക്കുകയും അങ്ങനെ അവിടെ ഇപ്പോഴും താൽക്കാലിക അധ്യാപികയാണ്. അങ്ങനെ അധ്യാപികയായി തുടരുന്നതിനിടയിലാണ് പുണ്യമൂർത്തിക്ക് അതുപോലെ തന്നെ സന്തോഷത്തിനും ഇടുത്തി പോലെ ഒരു വാർത്ത കേൾക്കാനിടയായത്. അവിടെയുള്ള ജോലിയൊന്നുമില്ലാത്ത അജിത്ത് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, അത് മാത്രവുമല്ല നമ്മുടെ ജാതിയുമല്ല, വിദ്യാഭ്യാസമില്ല, സാമ്പത്തികമില്ല, നമ്മുടെ ജാതിയുമല്ല, അവനാണെങ്കിൽ നമ്മുടെ മകളുടെ പുറകെ നടക്കുന്നുണ്ട്. പല പ്രാവശ്യം പുണ്യമൂർത്തിയും സുഹൃത്തുക്കളും പോയിട്ട് വാൺ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ മകളെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് മകൾ പറയട്ടെ എന്നാണ് അജിത്തും പറയുന്നത്. അജിത്ത് അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എല്ലാവരെയും കാണുന്നത് പോലെ എന്നെ കാണരുത്. പക്ഷേ നിരന്തരമായിട്ട് പുണ്യമൂർത്തിയുടെയും അതുപോലെ അവരുടെ കുടുംബത്തിൻ്റെയൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഭാര്യയും ഭർത്താവും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അജിത്തിനെ സംബന്ധിച്ച് പറഞ്ഞൊരു പാവപ്പെട്ട കുടുംബം, ആരും പറയാനോ ചോദിക്കാനോ ഒന്നുമില്ല. അതുമാത്രവുമല്ല താഴ്ന്ന ജാതി. അങ്ങനെ കാവ്യയും അജിത്തും തമ്മിലുള്ള ബന്ധം അനുദിനം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അച്ഛനും അമ്മയും പറഞ്ഞു കാവ്യയോട്, മോളെ ഇത് നടക്കത്തില്ല, അതായത് നീ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ പറയുന്നയാളെ നീ വിവാഹം ചെയ്യണം. അങ്ങനെ നിർബന്ധത്തിനൊടുവിൽ കാവ്യ ആ ഒരു വിവാഹത്തിന് സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് 2025 നവംബർ 26 രാത്രി 9 മണിയോടുകൂടി കാവ്യ അജിത്തിനെ വിളിച്ചു പറയുകയാണ്, നമ്മൾ തമ്മിൽ ഒന്നിക്കത്തില്ല, അതായത് ഒരിക്കലും വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഒന്നാമത് നിനക്ക് ജോലിയില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമില്ല, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി നമുക്ക് വിവാഹിതരാകാൻ കഴിയില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളായതുകൊണ്ട് എനിക്കാണെങ്കിൽ അവരെ ധിക്കരിച്ചു വരാനും കഴിയില്ല. അതുകൊണ്ട് ഇന്ന് എൻ്റെ വിവാഹ നിശ്ചയമായിരുന്നു, എൻ്റെ ബന്ധു തന്നെയാണ് വരൻ, അതുകൊണ്ട് ഇനി എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് കാവ്യ എന്ന ടീച്ചർ, അതായത് അജിത്തിൻ്റെ കാമുകി പറയുകയാണ്. ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ അജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തകർന്നുപോയി. അയാൾ പറഞ്ഞു, എന്നെയല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിച്ച് നിന്നെ ഈ നാട്ടിലൂടെ ഞാൻ ജീവിപ്പിക്കത്തില്ല എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് ഭയന്ന കാവ്യ നേരെ പോയിട്ട് അയാളോട് വീണ്ടും പറയുകയാണ്, എന്നെ ശല്യപ്പെടുത്തരുത്, അതായത് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനോട് പറയും, പിന്നീട് എന്താണ് സംഭവിക്കുക അറിയാലോ. ഏതായാലും അജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്മാറാൻ തയ്യാറല്ല. പക്ഷേ അയാൾ ഇതുപോലെയൊരു സംഭവം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും നാട്ടുകാരോ കുടുംബക്കാരോ കരുതിയതുമില്ല. ഇത്രയും ധൈര്യം അയാൾക്കുണ്ടെന്ന് ഒരാൾ പോലും കരുതിയിട്ടില്ല. 2025 നവംബർ 27 രാവിലെ 8 മണിയോടുകൂടി അച്ഛനോടും അമ്മയോടും യാത്ര പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടി, അതായത് മകളുടെ സന്തോഷം, ഇന്നലെയായിരുന്നു വിവാഹ നിശ്ചയം, നല്ലൊരു പയ്യനാണ്, നല്ല ജോലിയും കാര്യവും ഉണ്ട്, അതുമാത്രവുമല്ല വകയിലൊരു മുറച്ചെറുക്കനായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്കെല്ലാം വളരെ സന്തോഷം. ആ ഒരു സന്തോഷം കാവ്യയ്ക്കും ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നില്ലേ, ഞാൻ എന്തിനാണ് വെറുതെയെങ്കിലും അവൻ്റെ കൂടെ പോകുന്നത് എന്നുള്ള തരത്തിൽ തൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് അജിത്ത് തടഞ്ഞു നിർത്തുകയാണ്. തടഞ്ഞു നിർത്തിയപ്പോൾ കാവ്യ ചോദിച്ചു, എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോഴേ പിന്നെ നിനക്കറിയാലോ, ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതായത് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് കാവ്യ പറയുന്നു. പക്ഷേ അജിത്ത് പറഞ്ഞു, എനിക്ക് കേൾക്കാനുള്ളതും കൂടി നീ കേൾക്കണം എന്ന് പറയുകയും എന്നെ നീ വിവാഹം കഴിക്കണം, ഒരിക്കലും സാധ്യമല്ല എന്ന് കാവ്യ പറയുന്നു. പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വാക്കത്തിയെടുത്ത് അയാൾ തലങ്ങും വിലങ്ങും കാവ്യയെ വെട്ടുകയാണ്. വെട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആൾക്കാരൊന്നുമില്ലാത്ത ഒരു പ്രദേശമായതുകൊണ്ട് ആരും കണ്ടില്ല. അതുവഴി വന്ന ബൈക്കിലും കാറിലൊക്കെ വന്നവരാണ് കണ്ടത്. പെട്ടെന്ന് തന്നെ അടുത്തു തന്നെയുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ
പോയെങ്കിലും അവിടെ വെച്ച് കാവ്യ എന്ന 26 വയസ്സുകാരി മരിക്കുന്നു. പിന്നീട് നാട് മുഴുവൻ ഇത് പാട്ടാകുന്നു. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ വരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ അജിത്താണ് പിന്നിൽ എന്ന് മനസ്സിലാക്കുന്നു. അജിത്തിനെ തേടിയുള്ള യാത്രയായിരുന്നു. അങ്ങനെ തഞ്ചാവൂരിൽ വെച്ച് അജിത്തിനെ പിടികൂടുന്നു. അജിത്തിനെ പിടികൂടി അവിടത്തേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യില്ല, അയാൾ പറഞ്ഞു ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, അവൾ പിന്മാറിയത് കൊണ്ടുള്ള പകയാണ് ഇതിന് കാരണം എന്നൊക്കെയാണ് അജിത്ത് പറയുന്നത്. അങ്ങനെ കാവ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ വൻ സാന്നിധ്യത്തിൽ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ അജിത്തിനെയാണെങ്കിൽ ജയിലിൽ കൊണ്ടുവിടുകയും ചെയ്തു. അങ്ങനെ അജിത്ത് 6 മാസമായിട്ട് ജയിലിലാണ്. ഇതിനിടയിൽ അയാൾക്ക് ജാമ്യം കിട്ടുന്നു. അങ്ങനെ ജാമ്യം കിട്ടിയത് കൃത്യമായിട്ട് പുണ്യമൂർത്തി അറിയുകയാണ്. പുണ്യമൂർത്തിയാണെങ്കിൽ തൻ്റെ മകനെ കൊന്നവനെ ഇനി ഈ നാട്ടിൽ ഞാൻ വച്ചേക്കത്തില്ല എന്നുള്ള തരത്തിലായിരുന്നു. അങ്ങനെ പുണ്യമൂർത്തി സംഭവങ്ങളെല്ലാം അറിഞ്ഞു. അങ്ങനെ 2026 ഏപ്രിൽ 24 തീയതി രാവിലെ 6 മണിയോടുകൂടി അജിത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. കാറിൽ നിന്നും 3 പേര് പുറത്തിറങ്ങുന്നു. ഒരാളെ കണ്ടപ്പോഴേ അജിത്തിൻ്റെ അമ്മ ഞെട്ടിവിറച്ചു. അതായത് കാവ്യ എന്ന് പറയുന്ന തൻ്റെ മകൻ കൊലപ്പെടുത്തിയയാളുടെ അച്ഛനായിരുന്നു. അയാൾ നേരെ വരുന്നു. അജിത്ത് എവിടെ എന്ന് ചോദിക്കുന്നു. അജിത്ത് ഇവിടെ ഇല്ല എന്ന് അമ്മ പറയുന്നതിന് മുന്നേ തന്നെ അവരെല്ലാവരും കൂടി ആ സ്ത്രീയെ തൊഴിച്ച് താഴെയിട്ടതിന് ശേഷം നേരെ അകത്തേക്ക് കയറുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അജിത്തിനെ തലങ്ങും വിലങ്ങും വെട്ടി കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം അവർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പോയി കീഴടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് എൻ്റെ മകനെ കൊലപ്പെടുത്തിയവനെ ഞാനും കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയും ആ 3 പേര് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. നമ്മളൊരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ സുരേഷ് ഗോപിയുടെയും ബിജു മേനോൻ്റെയും പിന്നെ എന്ന് പറഞ്ഞാൽ ഹരിശ്രീ അശോകിൻ്റെയും ഒരു പടമുണ്ടായിരുന്നു. ആ പടത്തിലും ഇതേ സംഭവം തന്നെയാണ്. മകളെ കൊലപ്പെടുത്തിയാൽ നശിപ്പിച്ചവനെ എല്ലാവരെയും തീർത്തതിന് ശേഷം സുരേഷ് ഗോപി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ 2 പേരും രക്ഷപ്പെട്ടോളൂ, നിങ്ങൾ എൻ്റെ കൂടെ വലിയാടാകണ്ട. പക്ഷേ അവർ രക്ഷപ്പെടാൻ തയ്യാറായിരുന്നില്ല. അവരും അതുപോലെ തന്നെ ശിക്ഷ വാങ്ങിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് കാരണക്കാരനായത് നമ്മുടെ നമ്പൂരി തന്നെയാണ്. അതായത് മഞ്ചേരിക്കാരൻ നമ്പൂരി തൻ്റെ മകളെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയവനെ വെടിവെച്ച് കൊന്ന് ജയിലിൽ പോയ നമ്പൂതിരി അദ്ദേഹം പിന്നീട് എന്ന് പറഞ്ഞാൽ ദീർഘകാലം ജയിലിലായിരുന്നു. തെളിവൊന്നുമില്ല എന്ന് കണ്ട് അയാളെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും സഹിച്ചിട്ടുണ്ടാവില്ല. അതായത് തൻ്റെ മകളെ കൊലപ്പെടുത്തിയ ഒരുത്തൻ തലങ്ങും വിലങ്ങും നാട്ടിലൂടെ നടക്കുന്നു. അതായത് അവനൊന്നും ഒരു കുഴപ്പവുമില്ലാതെ നടക്കുന്നു. ഇത് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരച്ഛൻ പോലും സഹിക്കത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരാൾ പോലും നമ്മുടെ നിയമം കയ്യിലെടുക്കരുത്. അങ്ങനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാകും. നമുക്കെല്ലാവർക്കും ഒരുപാട് എതിർപ്പുകളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു നിയമം, ആ നിയമവാഴ്ച ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരാൾ പോലും ഇതുപോലെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. പകയായാലും പ്രതികാരമായാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയമത്തിന് വിട്ടുകൊടുക്കുക. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അച്ഛനും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എന്ന് പറഞ്ഞാൽ ജയിലിൽ തന്നെയാണ്. അവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത കേസ് തന്നെയാണ്. അതുപോലെ ഒരുപാട് പേര് ഇവരെ അഭിനന്ദനം കൊണ്ട് മൂടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് കമൻറ്റ് ബോക്സ് ആയാലും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനാണ് ശരി, അല്ലെങ്കിൽ ഈ അച്ഛനാണ് ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ അദ്ദേഹം ഒരു കുറ്റവാളിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.